ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും സ്വർഗീയ മന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. യൂദായിലെ ഒരു ബെത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചത് ആര്? ഉത്തരം ഒരു ലേവ്യൻ. ചോദ്യം 2. 19-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ലേവ്യൻ എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്നത് എപ്പോൾ? ഉത്തരം ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന സമയത്ത്. ചോദ്യം 3. ലേവ്യന്റെ ഉപനാരി അവനോട് പിണങ്ങി യൂദായിലെ ബെത്ലഹേമിൽ എവിടെയാണ് തിരികെ പോയി താമസിച്ചത്? എത്ര നാൾ? ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ 4 മാസം. ചോദ്യം 4. ലേവ്യന്റെ കൂടെ ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ കൂടെ കൊണ്ടുപോയത് ആരെയൊക്കെ? ഉത്തരം ഒരു വേലക്കാരനെയും 2 കഴുതകളെയും. ചോദ്യം 5. യുവതിയുടെ പിതാവ് എങ്ങനെയാണ് ലേവ്യനെ സ്വീകരിച്ചത്? ഉത്തരം സന്തോഷത്തോടെ. ചോദ്യം 6. എത്ര ദിവസമാണ് ലേവ്യൻ അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ താമസിച്ചത്? ഉത്തരം 5 ദിവസം. ചോദ്യം 7. ജെറുസലേമിൻ്റെ മറ്റൊരു പേരെന്താണ്? ഉത്തരം ജബൂസ്. ചോദ്യം 8. അവർ ജബൂസിൻ്റെ അടുത്തെത്തിയത് എപ്പോൾ? ഉത്തരം നേരം വളരെ വൈകിയപ്പോൾ. ചോദ്യം 9. ജബൂസിരുടെ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഭൃത്യൻ യജമാനനോട്. ചോദ്യം 10. എവിടെ രാത്രി കഴിക്കാമെന്നാണ് യജമാനൻ പറഞ്ഞത്? ഉത്തരം ഗിബയായിലോ റാമായിലോ. ചോദ്യം 11. എവിടെ പ്രവേശിക്കരുതെന്നാണ് യജമാനൻ പറഞ്ഞത്? ഉത്തരം ഇസ്രായേലരുടേതല്ലാത്ത അന്യനഗരത്തിൽ. ചോദ്യം 12. എവിടെ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്? ഉത്തരം ഗിബയായിൽ. ചോദ്യം 13. ഗിബയ ആരുടെ പട്ടണമാണ്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ. ചോദ്യം 14. അവർ ഗിബയായിൽ ചെന്നപ്പോൾ എവിടെയാണ് ഇരുന്നത്? ഉത്തരം നഗരത്തിൽ തുറസായ സ്ഥലത്ത്. ചോദ്യം 15. വയലിലെ വേല കഴിഞ്ഞു മടങ്ങി വന്നത് ആര്? ഉത്തരം ഒരു വൃദ്ധൻ. ചോദ്യം 16. ഗിബയായിൽ വന്നു താമസിക്കുന്ന വൃദ്ധൻ ഏതു നാട്ടുകാരനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ. ചോദ്യം 17. നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? ആരോട് ചോദിച്ചു? ഉത്തരം വൃദ്ധൻ ലേവ്യനോട്. ചോദ്യം 18. കഴുതകൾക്ക് വേണ്ട എന്തെല്ലാം ഉണ്ടെന്നാണ് ലേവ്യൻ വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം പുല്ലും വൈക്കോലും. ചോദ്യം 19. ആർക്കെല്ലാം വേണ്ട അപ്പവും വീഞ്ഞും തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ലേവ്യൻ പറഞ്ഞത്? ഉത്തരം ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും. ചോദ്യം 20. വൃദ്ധൻ ലേവ്യനെയും കൂടെയുള്ളവരെയും എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം തൻ്റെ വീട്ടിലേക്ക്. ചോദ്യം 21. പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുതെന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം വൃദ്ധൻ ലേവ്യനോട്. ചോദ്യം 22. അവർ എന്തു കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം കാലു കഴുകി. ചോദ്യം 23. ആരാണ് വൃദ്ധന്റെ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചത്? ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ. ചോദ്യം 24. ആഭാസന്മാർ വൃദ്ധനോട് ആരെ പുറത്തു കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്? ഉത്തരം വൃദ്ധന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ. ചോദ്യം 25. ലേവ്യന് പകരം ആരെ വിട്ടുതരാം എന്നാണ് വൃദ്ധൻ ആഭാസന്മാരോട് പറഞ്ഞത്? ഉത്തരം വൃദ്ധന്റെ പുത്രിയെയും ലേവ്യന്റെ ഉപനാരിയെയും. ചോദ്യം 26. ലേവ്യൻ ആരെയാണ് ആഭാസന്മാർക്ക് വിട്ടുകൊടുത്തത്? ഉത്തരം തൻ്റെ ഉപനാരിയെ. ചോദ്യം 27. ഉപനാരി വന്ന് ഏതു വീടിൻ്റെ വാതിൽക്കലാണ് തളർന്നു വീണത്? ഉത്തരം തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ. ചോദ്യം 28. ലേവ്യൻ തൻ്റെ ഉപനാരിയെ എത്ര കഷ്ണങ്ങളാക്കിയാണ് ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചത്? ഉത്തരം 12 കഷ്ണങ്ങളാക്കി. ചോദ്യം 29. ആര് എവിടെ നിന്ന് വന്നതിനു ശേഷം ഇന്നുവരെ ഇപ്രകാരമൊന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഉപനാരിയെ കണ്ടവർ പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന്.